السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه أجمعين. ഈ ഹൃദ്യവും സ്നേഹസ്മരണവുമായ ഈ വേദിയുടെയും സദസ്സിന്റെയും അധ്യക്ഷൻ ബഹുമാന്യനായ കെ ഭാസ്കരൻ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ സ്വാമി ഹരിനാരായണൻ, റവറന്റ് ഫാദർ എ ഡി ഗീവർഗീസ്, ബഹുമാന്യയായ എം പി കോമളം ടീച്ചർ, സി വി ബാലചന്ദ്രൻ, കെ പി സുധീർ മാസ്റ്റർ, ബഹുമാന്യനായ എന്റെ സ്നേഹിതൻ മരക്കാർ മൗലവി തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹധന്യരായ സഹോദരീ സഹോദരന്മാർ, വാണിയംകുളം മാനുമുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഈ അങ്കണം അതീവ ഹൃദ്യമായി നമ്മൾ കാണുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ പുതിയ കാലത്തിന്റെയും പുതിയ പരിസരത്തിന്റെയും മുമ്പിൽ നമ്മുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുന്ന ഒരു ഉത്തരമായിട്ടാണ് ഈ സദസ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യം ആശങ്കാപൂർണമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു ജനതയുടെ വളരെ മനോഹരമായ മാതൃകയായി മാറുകയാണ് ഈ സദസ്സും ഈ വേദിയുമെല്ലാം. അത് സംഘടിപ്പിക്കുക എന്നത് മാത്രമല്ല, സ്വയം സംഘടിച്ചുണ്ടായിത്തീർന്ന ഈ സദസ്സ് വലിയൊരു അതിജീവനത്തിന്റെ കഥ പറഞ്ഞു തരികയാണ് നമുക്ക്. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ പോലും കണ്ടത് ഹൈന്ദവ സഹോദരീ സഹോദരന്മാരാണ് ഈ മഹാസ്ഥാപനത്തിന്റെ ഓഫീസിന്റെ മുമ്പിൽ വന്നു നിന്ന് 1000 രൂപയൊക്കെ എടുത്തു കൊടുക്കുന്നത് കാണുന്നത്. ഞാൻ ഈ സദസ്സിനോട് പറയുന്നത് ഒരു വിഷയാവതരണത്തെക്കാളേറെ ഹൃദയം കൊണ്ടാണ്, എന്റെ ബുദ്ധിയേക്കാളേറെ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നത്. അത്ര വികാരനിർഭരമായി തോന്നിപ്പോകുന്ന വിധം ഈ ഒരു സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടത്ത് ഇതര മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുമ്പോഴും ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായത് ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിക്കുന്ന, ജാതിഭേദത്തിനോ മതഭേദത്തിനോ വിദ്വേഷങ്ങൾക്കോ അധീനപ്പെടാതെ പോകുന്ന ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ ഈ പുതിയ കാലുഷ്യത്തിന്റെയും ഭയാശങ്കകളുടെയും മുമ്പിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഈ സ്ഥാപനം പഠിപ്പിച്ച പോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ സാധ്യമാകുന്ന വിധം ഇന്ത്യയെ നീ നിലനിർത്തണേ എന്നാണ്. അത്രയേറെ മനോഹരമായ ഒരു കാഴ്ചയായി നമുക്കിതിനെ കാണാൻ കഴിയും. ബഹുമാന്യനായ ഭാസ്കരൻ വളരെ മനോഹരമായി ഒരു വാഴ് തന്നെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം കൊണ്ടാണ് അദ്ദേഹം ഇത് സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേവലം ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിന്റെ അത് വെച്ച് കുറെ കാര്യങ്ങളെ ഇങ്ങനെ പറയുന്നതിനപ്പുറം നമ്മൾ ഈ ഒരുമിച്ചിരിക്കുന്ന പോലെ എല്ലായിടത്തും ഇരിക്കാൻ സാധ്യതമാകുന്ന ഒരു സാമൂഹികാന്തരീക്ഷത്തിന്റെ സൃഷ്ടിയാണ് പ്രധാനമാകുന്നത്. നമുക്കൊരുമിച്ചിരിക്കാൻ സാധിക്കും, ഇരിക്കണം. എന്തുകൊണ്ടിരുന്നുകൂടാ? ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ കണ്ടുകൂടാ? എന്തൊക്കെയോ വിദ്വേഷത്തിന്റെയും ഭയാശങ്കകളുടെയും ഒരു കാർമുകിൽ നമ്മുടെ ഈ ആകാശത്തിങ്ങനെ കാറുകെട്ടി നിൽക്കുന്ന പോലെ തോന്നിപ്പോകാറുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പോലും പലരും വിളിച്ചു പറയാൻ തോന്നുമ്പോ, ഒരു രാജ്യത്തെ 2 കണ്ണുപോലെ ജീവിക്കേണ്ട ജനതകൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇവിടെ ഇതാ ഈ ചുറ്റുവട്ടത്ത് മുഴുവനുമുള്ള ഹിന്ദു സഹോദരന്മാർ ഒരുമിച്ച് കൂടുകയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി. മാനുമുസ്ലിയാർ എന്നൊരു ആധ്യാത്മിക ആചാര്യന്റെ വലിപ്പത്തെ തിരിച്ചറിയാൻ,
അദ്ദേഹത്തിന്റെ ആത്മീയമായ ചിന്തയുടെയും ദർശനത്തിന്റെയും കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒപ്പം നിൽക്കാൻ സാധ്യമാകുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യയിൽ പലപ്പോഴും മുസ്ലിംകളിൽ പ്രധാനപ്പെട്ടവരായ ഗുരുവര്യന്മാർ, പ്രത്യേകിച്ചും സൂഫിവര്യന്മാർ ഉണ്ടാക്കിത്തന്ന സ്നേഹത്തിന്റെ ദീപ്തമായ സ്മരണകളിലേക്കാണ് എനിക്ക് പോകാൻ തോന്നിപ്പോകുന്നത്. മഹാനായ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരിയെ പോലെ വളരെ മനോഹരമായ സ്നേഹത്തിന്റെ സൗന്ദര്യം പഠിപ്പിച്ചു കൊടുക്കുകയും മതാതീതമായി ചിന്തിക്കുകയും ജാതിഭേദങ്ങൾക്ക് അതീതമായി ചിന്തിക്കുകയും ചെയ്യാൻ ഒരു ജനതയെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് ആ അർത്ഥത്തിൽ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനായിരുന്നു ഈ മഹാരഥന്മാരെല്ലാം പണിയെടുത്തത്. ഇന്ത്യ കണ്ടത് അങ്ങനെയുള്ളവരെയാണ്. മതങ്ങൾ വേണമെന്നും മതപരമായ ആശയപരമായ വൈജാത്യങ്ങൾ ഉണ്ടാകണമെന്നും എല്ലാം ഒന്നാണ് എന്ന് പറയാനൊന്നും ഞാനില്ല. പക്ഷേ എല്ലാം ഒന്നാണെന്ന് പറയുന്നതിനപ്പുറം എല്ലാവർക്കും അവരവരുടേതായ മതപരമായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യരാണെന്ന് പറയാൻ എല്ലാ മതങ്ങൾക്കും സാധിക്കുമെന്നതാണ്. നമ്മൾ മനുഷ്യരാണ്. നമ്മളൊരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കളാണ്. എവിടെ നോക്കിയാലും ലോകത്തെ ഏത് മതഗ്രന്ഥത്തിന്റെയും അടിസ്ഥാനപരമായ ആശയമായി നിലനിൽക്കുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായി ബഹുമാന്യനായ ഭാസ്കരൻ സൂചിപ്പിച്ചത്. ഒന്ന്, എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് ഒരു ദൈവം എന്നതാണ്. ഏകദൈവം എന്ന കാഴ്ചപ്പാട് പറയാതെ പോയിട്ടില്ല ആരും. പ്രഹ്ലാദന് പറയാനുണ്ടായിരുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഉദ്ധൃതനായ ഒരു വിദ്യാർത്ഥിയായി പഠിച്ചു വന്നു നിൽക്കുന്ന തന്റെ മകനെ കാണുമ്പോ, നിനക്കറിയുമോ ആ മഹാസത്യം എന്ന് ചോദിക്കുന്നുണ്ട് ഛാന്തോഗ്യോപനിഷത്ത്. ആ മഹാസത്യത്തെക്കുറിച്ച് നിനക്കറിയുന്നില്ല എങ്കിൽ പിന്നെ നീയൊന്നും പഠിച്ചിട്ടില്ല എന്നായിരുന്നു അത്. എന്നിട്ട് ഈ പിതാവ് തന്റെ മകനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, സദൈവ സൗമ്യ അഗ്രേ ആസീത്, സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനെ വളരെ നേരത്തെ. പക്ഷേ പിന്നെ ഈ പ്രപഞ്ചമുണ്ടാകണമെന്ന് അതാലോചിച്ചു. അപ്പോൾ ഈ പ്രപഞ്ചം പലതായി തിരിഞ്ഞു എന്നാണ്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായി അതിന്റെ തുടക്കത്തിലുണ്ടാകുന്നത് ഒരു സത്താണ്, ഒരു സത്യമാണ്. ആ സത്യമെന്ന മഹാചൈതന്യത്തെ നോക്കിയാണ് പ്രപഞ്ചത്തിലെ സകലതും പ്രകാശിക്കുന്നതെന്ന് പറയുകയാണ് ഉപനിഷത്തുകൾ. ലോകത്ത് കാണുന്ന ഈ എല്ലാ ധീരാതമായ സൗന്ദര്യത്തിന്റെയും രഹസ്യത്തിന്റെ ചൈതന്യം അത് ആ മഹാസത്യമാണെന്ന് പറയുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൗന്ദര്യമാണ്, ചൈതന്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ അതേ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഉപനിഷത്തുകൾ സംസാരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം എല്ലാം പ്രകാശിക്കുന്നത് ആ മഹാചൈതന്യത്തിന്റെ പ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇന്നത്തെ സൂര്യോ ഭാന്തി ന ചന്ദ്രതാരകം നേമോ വിദ്യുതോ ഭാന്തി കുതോമയമഗ്നി തമേവ ഭാന്തം നിഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി എന്നാണ്. സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ പ്രകാശമില്ല. എല്ലാ പ്രകാശവും തസ്യ ഭാസാ സർവമിദം വിഭാതി, അത് ഭാസിക്കുമ്പോഴാണ് എല്ലാം ഭാസിക്കുന്നത്, അത് പ്രകാശിക്കുമ്പോഴാണ് എല്ലാം പ്രകാശിക്കുന്നത്. അതിന്റെ പ്രകാശമാണ് സകലതിന്റെയും പ്രകാശം. നിങ്ങൾ ആലോചിക്കണം, എവിടെ നിന്നാണ് മതങ്ങളുടെ ഈ ഏകമായ കൂട്ടായ്മയുടെ സന്ദേശത്തെ വേർതിരിക്കേണ്ടത്? എല്ലാം പറഞ്ഞു തരുന്നോടത്തെല്ലാം ഇങ്ങനെ തന്നെ പറയുന്നു. ആരാ വ്യത്യസ്തമായി പറഞ്ഞത്? എന്റെ കർത്താവും നിങ്ങളുടെ കർത്താവുമായ ഏകനായ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയാനാണ് യേശു വന്നത്. ലോകത്ത് വന്ന എല്ലാ മഹാരഥന്മാരായ പ്രവാചകന്മാരും പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു സത്യമുണ്ട്, ഈ പ്രപഞ്ചത്തിന് രക്ഷകർത്താവുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു ആത്യന്തികമായ യാഥാർത്ഥ്യമുണ്ട് എന്നതാണ്. ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ലോകത്ത് ഇന്ന് ജീവിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് പറയുന്നു, ദൈവമെന്ന് പറയുന്ന പരമ്പരാഗത മതങ്ങൾ പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിലും എന്തോ ഒന്നിനെ വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. എങ്ങനെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ ആലോചന തുടങ്ങിയാൽ ഒടുക്കം we will find the mind of God, നാം ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തേണ്ടി വരും. If we find that answer,
നമ്മൾ അങ്ങനെ ആ ഉത്തരത്തിലേക്ക് എത്തിയാൽ we will find the triumph of human reason. മാനവൻ ഇന്നേ വരെ അവൻ അന്വേഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തിന്റെ വിജയഭേരി നാം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ലോകത്തെ ആർക്കും നിഷേധിക്കാനാവാത്തൊരു മഹാസത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ സത്യം ദൈവമാണെന്നുമാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, വേദഗ്രന്ഥം ലഭ്യമായവരെ വരൂ, നമുക്കൊരുമിച്ചിരിക്കാം. സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്കിടയിൽ യാതൊരു അഭിപ്രായ തർക്കവുമില്ലാത്തൊരു കാര്യത്തിലേക്ക് വരണം എന്നാണ് മഹാനായ പ്രവാചകൻ. അപ്പൊ ഏകദൈവ വിശ്വാസം എന്നതിലേക്കാണ് ലോകത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും പോയത്. ഏകമാനവൻ എന്നിടത്തേക്കാണ് ലോകത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും പോയത്. ആദമിനെയും ഹവ്വായിനെയും പറയാതെ ബൈബിളിനോ അല്ലെങ്കിൽ ഖുർആനോ പോകാൻ കഴിയില്ല. എല്ലാ സെമിറ്റിക് മതങ്ങളും പറഞ്ഞത് ആദം എന്ന പിതാവിനെയും ഹവ്വ എന്ന മാതാവിനെയുമാണ്. സംസ്കൃതത്തിൽ മനുഷ്യന് പറയാറുള്ളത് മനുജൻ എന്നാണ്. ഭൂമിയിൽ ജനിച്ചവനാണ്. ആദിമനു എന്നൊരു വിശ്വാസമുണ്ട്, പിന്നെ രണ്ടാം മനു എന്ന മറ്റൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാകുമ്പോ ആദിമനുവിൽ നിന്ന് പിന്നെ രണ്ടാം മനു, പ്രളയാനന്തരമുണ്ടാകുന്ന രണ്ടാം മനുവിൽ നിന്നാണ് മനുഷ്യകുലമുണ്ടായത് എന്നാണ്. ആദ്യത്തെ പ്രവാചകൻ സയ്യിദുനാ ആദമും രണ്ടാമത് മനുഷ്യകുലത്തിന്റെ പിതാവ് സയ്യിദുനാ നൂഹും അലൈഹിസ്സലാം. അങ്ങനെയാണ്. എവിടെയാണ് വ്യത്യാസം കൽപ്പിക്കേണ്ടത്? മനുഷ്യനൊന്നാണ്, മാനവനൊന്നാണ്. ഈ ഗോക്കൾക്ക് വേണ്ടി മാത്രം പറയുന്നവരാലോചിക്കണം. ഗോവിനെ ഗോത്വമെന്ന് പറയുന്ന ഒരു ജാതി ഉണ്ടെന്ന് വന്നാൽ മനുഷ്യന് അതിനേക്കാൾ പ്രധാനമായ മറ്റൊന്നുള്ളത് മനുഷ്യത്വം എന്ന ജാതിയാണ്. നാരായണ ഗുരു എന്ന കേരളം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യരിലൊരാളാണ് ശ്രീ നാരായണ ഗുരു. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എന്റെ കണ്ണു നിറഞ്ഞുപോയി. മറ്റൊന്നുമല്ല, ഈ പരിസരത്തെ ഒരു സ്കൂൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വാഗത പ്രഭാഷകൻ അദ്ദേഹം പറഞ്ഞു, അവിടെയും ഉണ്ടായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട്. കേരളം 3 ശങ്കരന്മാരെ കണ്ടിരുന്നു എന്ന് ഞാൻ പറയാറുണ്ട് പലപ്പോഴും. പക്ഷെ ഇനി ഞാൻ പറയും, വാണിയംകുളത്തെ ശങ്കരനും കൂടി ചേർക്കപ്പെടേണ്ടതുണ്ട്. കാരണം കേരളം എന്ന ഈ മഹിത സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെ ഇങ്ങനെ ഒരു ശങ്കരൻ കൂടി പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹില്ല. 3 ശങ്കരന്മാരൊന്ന് ആദിശങ്കരനാണ്, ശങ്കരാചാര്യ. മറ്റൊന്ന് ഞാൻ കാണാറുള്ളത് കേരളത്തിലിരുന്ന് ഈ മലബാറിന്റെ പുസ്തകത്തിലിരുന്ന് കമ്മ്യൂണിസത്തെ ലോകത്തിനെ പഠിപ്പിച്ചു കൊടുത്ത വിശാലമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഒരു വലിയ ഫിലോസഫറായി വന്ന ശ്രീ ശങ്കര നമ്പൂതിരിപ്പാട് തന്നെയാണ്. എന്തൊക്കെയായ മറ്റൊന്ന് മതത്തെ അതിന്റെ ആധ്യാത്മിക ഭാവത്തോടെ കണ്ടുകൊണ്ട് മനുഷ്യരുടെ ഈ ഭേദങ്ങൾക്കപ്പുറത്തുള്ള മാനവികതയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്ന ശങ്കര നാരായണ മുനി എന്ന് പറയുന്ന ശ്രീ ശങ്കര നാരായണ മുനിയായ ശ്രീ നാരായണ മുനിയാണ്. നാരായണ മുനി ലോകത്തോട് പറഞ്ഞത് മനുഷ്യത്വം, മനുഷ്യാണാം ഹി ജാതി എന്നാണ്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. യഥാ ഗോത്രം ഗവാം തഥാ, ഗോവിനെ ഗോത്രം എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യരൊരു ജാതിയുണ്ട്, അത് മനുഷ്യത്വമാണ്. അതിനിടയിൽ പ്രത്യേകമായ ഭേദകൽപ്പനകളില്ല. എല്ലാ മനുഷ്യരും ഒന്നാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേകമായ സ്ഥാനമോ മഹത്വമോ അല്ലെങ്കിൽ അവർക്ക് നീതിത്വമോ നൽകാൻ സാധ്യമാകുന്നില്ല എന്ന് പറയുകയായിരുന്നു. അതിനെ ലോകത്ത് വിളിച്ചു പറഞ്ഞ പ്രഗത്ഭരിൽ ഒരാളാണ് നാരായണ മുനി. എവിടെയാണ് നമുക്കിടയിൽ ഈ തർക്കമുണ്ടാകുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെ നിന്നാണ് തർക്കം തുടങ്ങേണ്ടത്? മനുഷ്യനൊന്നാണെന്ന് പറയുന്നോടത്തോ, ദൈവമൊന്നാണെന്ന് പറയുന്നോടത്തോ, പ്രപഞ്ചത്തെ സ്നേഹിക്കുന്ന ഈ ഭൂമിയെ സ്നേഹിക്കണമെന്ന് പറയുന്നോടത്തോ, ഭൂമിയെ സ്നേഹിക്കണമെന്ന് പറയുന്നു മഹാനായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, തഹഫ്ഫളൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സൂക്ഷിച്ചു നടക്കണം. ഫഇന്നഹാ ഉമ്മക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി നിങ്ങളുടെ മാതാവാകുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുതന്നെയാണ് ഈ അതെന്നും ഇതെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്നത് ചെറിയ മനുഷ്യരുടെ പണിയാണ്. എന്നാൽ വിശാല ഹൃദയമുള്ളവൻ ഉദാരചിത്താനാം വസുധൈവ കുടുംബകം എന്നാണ്. ഉദാരചിത്താനാം, നല്ല മനസ്സ്. അങ്ങനെ നല്ല മനസ്സുള്ളവന് വസുധ തന്നെ കുടുംബമാണ്, ഭൂമി തന്നെ തറവാടാണ്.
എല്ലാം അതിലെ ജീവജലാദികൾ മുഴുവനും, അതിലെ മനുഷ്യനല്ലാത്ത മറ്റു ജീവങ്ങളും ജീവനുകളും ജന്തുജാലങ്ങളും എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട കുടുംബം. അതിലെ ഒരു ചെടിക്ക് പോലും ഹാനി വരരുതെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകന്റെ ഒരു വാക്യമുണ്ട്, അവസാന നാൾ വരുന്നു എന്ന് കേട്ടാൽ, അതായത് ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫൈദാ സമീഅതും ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത്, വഫീ യദി അഹദികും ഫസീലത്തുൻ, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെടിത്തണ്ടുണ്ടെങ്കിൽ ഫൽയഗ്രിസ്ഹ, അത് കൊണ്ടുപോയി നട്ടുകൊള്ളട്ടെ. അത് കൊണ്ടുപോയി നടണം. എന്തിനാ നടേണ്ടത്? ഇന്നലിന്നാസി ഐശം ബഅദഹ, ശേഷം ഒരു ജനതയ്ക്ക് ജീവിക്കാൻ അത് മതിയാകും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെടി ഈ പ്രപഞ്ചത്തെ, അല്ല ഈ ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഈ അമ്മയെ സൂക്ഷിക്കാനും കാത്തുകൊള്ളാനും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ചെടി എന്ന് പറയുകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും കൊണ്ടുപോയി കോപ്പൻഹേഗിൽ പോയിരുന്ന് ആലോചിച്ചു, എന്ത് ചെയ്യണം ഈ ലോകം, പ്രത്യേകിച്ചും ഭൂമി ഒരു ചുട്ടുകൊള്ളുന്ന ഗ്രഹമായി മാറുമ്പോൾ. ഗ്ലോബൽ വാർമിംഗ് എന്നാണ് ആ ഭീഷണിയെ കുറിച്ച് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. അങ്ങനെ സംഭവിക്കാൻ പോകുന്നതിനെതിരായി ലോകരാജ്യങ്ങൾ മുഴുവനും പറഞ്ഞു ഹരിതവാതകങ്ങളെ നിയന്ത്രിക്കണം, ചെടി നടണം, മരം നട്ട് ഓക്സിജൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ഭൂമിയെ നിലനിർത്തണം. അത് തന്നെ അവസാനത്തിന്റെ അന്നേ ദിവസത്തിന്റെ തലേ ദിവസം നിങ്ങളെങ്ങാനും ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ചെടി നടണം, അങ്ങനെ ഈ ഭൂമിയെ സംരക്ഷിക്കണം എന്നാണ്. ആർക്കാ ഇതിലൊക്കെ തർക്കം? ഞാൻ പറയുന്ന മതങ്ങൾക്ക് തർക്കമില്ല, മതവിശ്വാസിക്ക് തർക്കമില്ല. മതവിശ്വാസികൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു പക്ഷിക്കുഞ്ഞിനെ പോലും അമ്പെയ്തിടാൻ കഴിയാത്ത സ്നേഹാർദ്രതയുടെ ഇന്ത്യക്ക് എങ്ങനെയാണ് മനുഷ്യനെ കൊല്ലാൻ പറയാൻ പഠിപ്പിക്കാൻ കഴിയുക? അല്ലേ? ഒരു പക്ഷിക്കുഞ്ഞിനെ വേടൻ അമ്പെയ്തിടുന്നു, രണ്ടുപേർ ഇണകളായി ജോഡികളായി നിന്ന് കൊപ്പിടുമ്പോ അതിലെ ആൺകിളിയെ അമ്പെയ്തിടുമ്പോഴാണ് പെൺകിളി വൈദഗ്ധ്യത്തിന്റെ തീരാവേദന പോലെ തലതല്ലി കരയുന്നത് കണ്ടിട്ടാണ്. ഇന്ത്യ എന്നല്ല, ലോകം കണ്ട മഹാപുസ്തകമായി, മഹാസാഹിത്യമായി, ഇതിഹാസമായി രാമായണം എന്ന രാമന്റെ വഴി പറഞ്ഞു തരുന്നത്. രാമന്റെ അയനമാണ് രാമായണം. അതെവിടുന്നാണ് തുടങ്ങിയത്? അവൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമ യദ് ക്രൗഞ്ചമി ദുനിയാദ് ഏകം അവധീഹി കാമമോഹിതം. അറിഞ്ഞു ശപിച്ചിട്ടാണ്. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമ, കാട്ടാള, നിനക്കൊരിക്കലും ഇനി സ്ഥായിയായ നിലനിൽപ്പില്ലാതെ പോകട്ടെ, നിനക്ക് സമാധാനമില്ലാതെ പോകട്ടെ. എന്തുകൊണ്ടെന്നാൽ ക്രൗഞ്ചമിഥുനങ്ങളിൽ നിന്ന് ആൺകിളിയെ കൊന്നതിന്റെ പേരിൽ പെൺകിളിയുടെ ഈ വേദനയ്ക്ക് മുമ്പിലിരുന്നു ഞാൻ പറയുന്നു, നിനക്ക് നീ സമാധാനമില്ല, കാരണം നീ കൊലപാതകം ചെയ്തു എന്നാണ്. കൊലപാതകം, ഒരു കിളിയെ കൊല്ലാൻ കഴിയാത്ത, അതിന്റെ മുമ്പിൽ പോലും ഇരുന്ന് വേദനിക്കുന്ന ഒരു ആർദ്ര സ്നേഹത്തിന്റെ ഇന്ത്യ, വാത്മീകിയുടെ ഇന്ത്യ. രോദനങ്ങളുടെ പിന്നാലെ പോയാലേ കവിത്വമുള്ള മനസ്സുണ്ടാകൂ എന്ന് പറഞ്ഞ വാത്മീകിയുടെ ഇന്ത്യ. ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോൾ എനിക്കെന്ത് നേടാനായി എന്ന് ചോദിച്ച യുധിഷ്ഠിരന്റെ ഇന്ത്യ. പിന്നെ കടന്നു പോന്നാൽ പിന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യങ്ങളുടെ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരുമിച്ച് നിന്ന ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും വല്ലഭായ് പട്ടേലിന്റെയും ആസാദിന്റെയും മൗലാന മുഹമ്മദ് അലിയുടെയും ഒക്കെ ഇന്ത്യ. ആ ഇന്ത്യയെ പകുത്തെടുക്കാൻ, ആ ഇന്ത്യയെ പരസ്പരം തമ്മിലെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവന്റെ രാഷ്ട്രീയമാണ്. തങ്ങൾക്ക് മനുഷ്യന്റെ ചോരയിൽ കുതിർന്നു നിൽക്കുന്ന കാലുകൊണ്ട് തന്നെ അധികാരത്തിന്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കണമെന്ന് പറയുന്നവന്റെ രാഷ്ട്രീയമാണ്. മതത്തിന്റെ പേരിലുണ്ടാകുന്ന ഈ സ്പർദ്ധയുടെയും വിദ്വേഷത്തിന്റെയും കാരണം. അല്ലാതെ ഒരു മതവിശ്വാസിക്കും മനുഷ്യനെ കൊല്ലാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു ഭരണാധികാരി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു
പോർച്ചുഗലിനെതിരെ പൊരുതിയത് ആ ഭരണാധികാരി ഹിന്ദുവാണ്. ഹിന്ദുവായ ഭരണാധികാരിക്ക് വേണ്ടി മലബാറിന്റെ സാമൂതിരിക്ക് വേണ്ടിയായിരുന്നു മഹാനായ ഖാലി മുഹമ്മദും ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഖ്ദൂമും ഒക്കെ തങ്ങളുടെ ജനതയോട് പറഞ്ഞത് സാമൂതിരി നിലനിൽക്കണം. അന്ന് നായർ പടയാളികൾ ജയിച്ചപ്പോഴാണ് ഖാലി മുഹമ്മദ് എഴുതി ഫത്ഹുൽ മുബീൻ എന്നൊരു ഗ്രന്ഥം, വിജയപ്രഖ്യാപന ഗ്രന്ഥം. ആര് ജയിച്ചപ്പോഴാണ്? സാമൂതിരിയുടെ പടയാളികളായ പടത്തലവന്മാരായ നായർ പടയാളികൾ. അവർ പോർച്ചുഗലിനെതിരെ വിജയം നേടിയപ്പോ ആ വിജയം ആഘോഷിച്ചുകൊണ്ടാണ് ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതുന്നത്. മുസ്ലിങ്ങൾ ജയിച്ചപ്പോഴല്ല, ഹൈന്ദവ സഹോദരന്മാർ ജയിച്ചപ്പോഴാണ്. ക്ഷേത്രം ഉച്ചത്തു നടന്ന പോരാട്ടത്തിൽ വിജയമുണ്ടാകുമ്പോഴാണ്. സാമൂതിരി എന്ന ഹൈന്ദവ രാജാവിന് വേണ്ടി ജയിച്ചടക്കുമ്പോഴാണ്. ഞാൻ പറയുന്നു, ഈ പാരമ്പര്യത്തെ, ഈ മഹിതമായ പാരമ്പര്യത്തെ, ഇന്ത്യ കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഈ മനോഹരമായ പാരമ്പര്യങ്ങളെ ഇതെല്ലാം മതവിശ്വാസം സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. മറിച്ച് നമുക്കിടയിൽ ഈ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയവനുണ്ടായിരുന്ന രാഷ്ട്രീയമായ അധികാരമോഹമാണ് എല്ലാ കാലത്തും. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു ബ്രിട്ടീഷുകാർ. ഈ അടുത്ത കാലത്ത് മരിച്ച പ്രഗത്ഭനായ ചരിത്രകാരനും ബിപിൻ ചന്ദ്ര, അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര പുസ്തകം. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, 1940-കളിലുണ്ടായ കണ്ണൂർ ലഹളയിൽ വലിയ അർത്ഥത്തിലുള്ള വർഗീയ ലഹളയുണ്ടായപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മീഷൻ അനുഷ്ഠിച്ചു. കമ്മീഷൻ പഠിച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു വലിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം ആ റിപ്പോർട്ട് ഇങ്ങനെ തന്നെ പറയുന്നു, വി കൺസിഡർ therefore an attempt to remove the historical misconception is the first and the most indispensable step in the solution of Indo-Muslim problem എന്നാണ് നാം ആഗ്രഹിക്കുന്നു. നാം പറയുന്നത്, ഇന്ത്യയിലെ മുസ്ലിം ഹിന്ദു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ചരിത്രപരമായ തെറ്റുധാരണകളെ മാറ്റാൻ കഴിയണം. അകലം കുറക്കണം, എന്നിട്ട് അടുപ്പം കൂട്ടണം, ഒരുമിച്ചിരിക്കാനാകണം. ഈ കസേരകളിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ പണ്ട് ബിപിൻ ചന്ദ്ര ഇങ്ങനെ എഴുതി വെക്കുന്ന ആ റിപ്പോർട്ടിനെ ഞാൻ ഓർത്തു പറയാൻ കാരണം ഒരുമിച്ചിരിക്കാനും അടുക്കാനും അറിയാനും സാധ്യമാകുമ്പോ അകലങ്ങൾ ഒരുപാട് കുറയും. നമുക്ക് പ്രശ്നം ഓരോന്നിനും ഓരോ ബാരിക്കേഡ് കെട്ടി വേർതിരിച്ചു എന്നതാണ്. മനുഷ്യർക്കിടയിൽ എന്തിനാണ് ബാരിക്കേഡിന്റെ ആവശ്യം? ഞാൻ പഠിച്ചത് വേദാന്താണ്. 7 കൊല്ലം വേദാന്തത്തിന്റെ പിന്നാലെ നടന്നു. PG കഴിഞ്ഞു, ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇനി അടുത്ത നോട്ടീസിൽ അങ്ങനെ പേര് വരാതിരിക്കാനാണ് ഞാൻ ഇപ്പോഴേ തന്നെ അഡ്വാൻസ് ആയി പറയുന്നത്. സ്വാഗത പ്രസംഗം അങ്ങനെ പറഞ്ഞുപോയി. അപ്പൊ ഇനി നാളെ മുതൽ അടുത്ത നോട്ടീസ് കാണും, ഡോക്ടർ മുഹമ്മദ് ഫൈസി ഓണംപള്ളി. ഈ നുണ പറയുന്നതോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് അറിയാതെയാകാം, പക്ഷെ നാളെ അതെടുത്ത് അടുത്ത നോട്ടീസാവും. PG ആണ്. പക്ഷെ എന്നാലും അത്ര കൊല്ലം പഠിക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നത് 2 പേർ. ഒരു ഈഴവ സഹോദരനാണ്, മറ്റൊന്ന് കേരളത്തിന്റെ സാഹിത്യ മുറ്റത്ത് നർമ്മം പുതഞ്ഞ സാഹിത്യം കൊണ്ടുവന്ന വെൺമണി കുടുംബത്തിലെ ഒരു നമ്പൂതിരി പയ്യനാണ്. 2 പേരുടെയും അമ്മമാർ എനിക്ക് അമ്മമാരെ പോലെയാണ്. അവർ 2 പേരും പലപ്പോഴും അവരുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോ ഒരമ്മയെപ്പോലെ, ഒരു ഉമ്മയെപ്പോലെ സ്നേഹിച്ച് ഓടി വരുന്ന അമ്മമാർ. ആ കുടുംബങ്ങൾ തമ്മിലുണ്ടാകുന്ന ഞങ്ങൾക്കിടയിലുള്ള ബന്ധം എന്ന് പറയുന്നതിന് ഞാനൊരു വർണ്ണം കൊടുക്കുന്നില്ല. അത്രമേൽ വർണ്ണാതീതമാണ്. അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതേ വേഷത്തിലാണ് പ്രീഡിഗ്രി മുതൽ പോയത്. പക്ഷേ ഈ വേഷം അവരെ എന്നിൽ നിന്ന് അകറ്റിയില്ല. മറിച്ച് ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ വുളൂ ചെയ്യാൻ വേണ്ടി പോകുന്നിടത്തേക്ക് അവർ ഓടി വരും. എന്നിട്ട് ഈ ടോയ്ലറ്റിന്റെ അടുത്തുള്ള പൈപ്പിൽ നിന്ന് ഞാൻ വെള്ളമെടുക്കുമ്പോൾ അവർ പറയുന്നത് അത് പാടില്ല, നമുക്ക് ഡിപ്പാർട്ട്മെന്റിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കണം. ഡിപ്പാർട്ട്മെന്റിലെ പൈപ്പിലെയും ടോയ്ലറ്റിനടുത്തുള്ള പൈപ്പിലെയും വെള്ളം ഒരുപോലെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവർ സമ്മതിക്കില്ല. അവർ പറയും ഇത് ടോയ്ലറ്റിനടുത്തുള്ളല്ലേ, അത് വെള്ള, നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിന്ന് ബക്കറ്റിൽ വെള്ളമെടുക്കാം. എന്നിട്ട് അവർ വന്ന് ആ വെള്ളമെടുത്തു കൊണ്ടുവന്ന് അവരാണിങ്ങനെ ചൊരിച്ചു തരിക, ഞാൻ വെള്ളമെടുക്കും. എന്നിട്ടൊരു 15 മിനിറ്റ് നേരം ആ ക്യാമ്പസിന്റെ ആ ഭാഗം മുഴുവൻ അവരവിടെ നിശ്ചലപ്പെടുത്തും. ഇവിടെ മുഹമ്മദ് നമസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മിണ്ടരെന്ന് പറയും. ഏത് ക്യാമ്പസ്? അലമാലകൾ ഉയർത്തുന്ന ക്യാമ്പസ്, പൊട്ടിച്ചിരികൾ മാത്രം കാണുന്ന ക്യാമ്പസ്.
സ്വപ്നങ്ങളുടെ വളക്കൂറും വളപ്പൊട്ടുകളും ചിന്നിച്ചിതറുന്ന ക്യാമ്പസ്. ആ ക്യാമ്പസിനെ ഒരു നിമിഷം നിർത്താൻ വലിയ പാടാണ്. പക്ഷെ ആ ക്യാമ്പസ് ഞാൻ പറയുന്നു എനിക്ക് വേണ്ടിയല്ല, ഒരു മുസ്ലിമിനെ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊടുത്തു ശ്രീശങ്കര കോളേജിന്റെ ക്യാമ്പസ് മിച്ചം. അതാണ് അടുക്കുമ്പോഴുണ്ടാകുന്നതാണ് ഈ വലിപ്പം. വാണിയംകുളത്തെ ഈ പ്രദേശത്തെ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാർ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഒരു കാര്യം ഉറപ്പാണ്, ആ ഹൈന്ദവ സഹോദരന്റെ മനസ്സിൽ ഒരിക്കലും ഒരു മുസ്ലിമിനെ കുറിച്ച് പക തോന്നില്ല. അവന്റെ മനസ്സ് പറയും, ഇന്ത്യ രാജ്യത്തെ എവിടെയെങ്കിലും ഒരു മുസ്ലിം കൊല്ലപ്പെടുമ്പോ, ഒരു ഹിന്ദു കൊല്ലപ്പെടുമ്പോ, വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കുമ്പോ ഞാൻ ഉറച്ചു പറയുന്നു, വാണിയംകുളത്തെ ഈ ദേശത്തെ പാവപ്പെട്ടവന്റെ ഹൃദയമായിരിക്കും ആദ്യം അതിനുവേണ്ടി കരയുക. അതിന് കാരണം മഹാനായ മാണി മുസ്ലിയാരാണ്. അതിന് കാരണം ഈ സ്ഥാപനമാണ്, ഈ നാട്ടിലെ ഈ മനുഷ്യരാണ്. നമുക്കിങ്ങനെ പഠിപ്പിച്ചു എന്നൊരു കാലമുണ്ടത്. അപ്പുണ്യായരെ 10ാം ക്ലാസ് കഴിയുമ്പോ അപ്പുണ്യായർക്ക് ജോലിയില്ല എന്ന് പറയുമ്പോഴേക്കും സൈതാലിക്കുട്ടി ഓടി വരുന്നു. സൈതാലിക്കുട്ടി എന്നിട്ട് വയനാട്ടിലെ കച്ചവടക്കാരനായ സൈതാലിക്കുട്ടി കൂടല്ലൂർ വന്ന് തന്റെ നാട്ടിലെ ഈ അപ്പുണ്യായരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെയുള്ള ഒരു വലിയ തോട്ടത്തിലെ വെള്ളക്കാരന്റെ അടുക്കൽ പോയി അദ്ദേഹത്തോട് യാചിച്ചിട്ട് ജോലി വാങ്ങിക്കൊടുക്കുന്നു. അപ്പുണ്യായരുടെ മകനെ കാണാൻ വേണ്ടി സൈതാലിക്കുട്ടിയുടെ ഉമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്ന് നിൽക്കുന്നു. അപ്പുണ്യായരുടെ അമ്മയാകുന്ന പാർവതിയമ്മയെ കുറിച്ച് ചോദിക്കുന്നു. പാറുക്കുട്ടി അമ്മയുടെ മകൻ അപ്പുണ്യായർ മനോഹരമായി കാലം മുദ്രവച്ചു തന്ന ഒരു മനോഹരമായ കൈ കൂടല്ലൂർ സ്വദേശിക്കാരനായ MT വാസുദേവൻ നായരുടെ കൈകൊണ്ട് പിന്നെ 4 കത്ത് എഴുതി തീർക്കുമ്പോ അപ്പുണ്യായരും അതുപോലെ തന്നെ സൈതാലിക്കുട്ടിയും എന്ന 2 മനുഷ്യരുടെ ഒരുമിപ്പ് എന്ന് പറയുന്ന അർത്ഥത്തിൽ മുസ്ലിം ഹിന്ദുവും ഒരുമിച്ച് നിൽക്കുന്നു. എല്ലായിടങ്ങളിലും കേരളത്തിന്റെ മഹാരഥന്മാരായ സാഹിത്യകാരന്മാരുടെ കയ്യൊപ്പുകൾ തീർത്തത് ഇങ്ങനെയാണ്. MTയുടെയും മയ്യപ്പുഴയുടെ കഥ പറഞ്ഞു തന്ന മുകുന്ദന്റെയും എന്തിന് ഖസാക്കിന്റെ ഇതിഹാസം ഇവിടെ ഈ പാലക്കാട്ടെ ഈ തെരുവിലൂടെ നടന്നുപോയ വിജയന്റെയും ഒക്കെ കഥകളിൽ ദേശത്തിന്റെ കഥ പറഞ്ഞു തന്ന പച്ചക്കാടിന്റെ കഥകളിലെല്ലാം ഈ മനുഷ്യരെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പോ ചിലതൊക്കെ കാണാൻ പേടിയാവും. ചില സിനിമകളെ കുറിച്ച് കേൾക്കുമ്പോഴേ പേടി തോന്നും. കാരണം പക കുത്തി നിറക്കണമെന്നത് ആരുടെയോ വലിയൊരു അജണ്ടയായി മാറുകയും ആ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളെ വളരെ മനോഹരമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. എന്തിനാണിങ്ങനെ? എന്തൊരു മനോഹരമായ സ്വാതന്ത്ര്യത്തിന്റെ നാടാണ് ഇന്ത്യ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭരണഘടന കൊണ്ട് മാത്രം കിട്ടിയതല്ല. ഞാൻ പറയുന്നു, ഇന്ത്യയുടെ സ്വന്തമായ അതിന്റെ മനസ്സെന്ന് പറയുന്നത് മതസഹിഷ്ണുതയാണ്. പരസ്പരം അഭിപ്രായങ്ങളുടെ വ്യത്യസ്തതകൾക്കിടയിലും ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ പാരമ്പര്യം ഇന്ത്യക്ക് എല്ലാ കാലത്തുമുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ആരാ ഇവിടെ ഒരേ അഭിപ്രായം പറഞ്ഞത്? ചിലർ പറയുന്നു, ഞങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ജീവിക്കണ്ട, വേറെങ്ങോ പോകാം. വേറെങ്ങും പോകാൻ ആർക്കും കഴിയില്ല. ഇത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുന്നിടത്ത് ഇവിടെ ഈ മണ്ണിൽ ജനിച്ച ഒരാളും ഇന്ത്യ വിട്ടു പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയാൻ തീരുമാനിച്ചാൽ ഞാൻ പറയും, നീയാണ് ആദ്യത്തെ രാജ്യദ്രോഹി. എന്റെ രാജ്യത്ത് നിന്ന് വിട്ടുപോകാനോ? എന്റെ മണ്ണ് അതെ എന്റെ മണ്ണാകണം. ഞാൻ ഏതെങ്കിലും ഭാഗത്ത് പോയാണ് മരിച്ചു വീഴുന്നതെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒടുക്കം ഏതെങ്കിലും വിദേശ രാജ്യത്തെ ജയിലറകളിൽ കിടന്നാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ മണ്ണാകണം എന്റെ ആദ്യത്തെ പിടിമണ്ണാകേണ്ടത് എന്ന് പറഞ്ഞ ബഹദൂർഷാ സഫർ. ആ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്നെ കൊണ്ടുപോയി നിങ്ങൾ എനിക്കിനി എന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ എനിക്ക് വേണ്ടത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാകണമെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി, I will go to my country, I will go back to my country if you give the substance of freedom in my hand. എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്റെ കയ്യിൽ തന്നാൽ ഞാൻ എന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകും. അങ്ങനെ പറയാൻ കടൽ കടന്നെത്തി ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ അകത്തളത്തിൽ ചെന്ന് നിന്ന് സൂര്യസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കി മിസ്റ്റർ ജോർജ് എന്ന് വിളിക്കുകയായിരുന്നു മൗലാന മുഹമ്മദ് അലി. ആ ആൺകുട്ടിയെ സൃഷ്ടിച്ച ഉദരം ഇന്ത്യയുടെ ഉമ്മയാണ്. ഇന്ത്യയിലെ പെണ്ണാണത്.
ആ ഉദരത്തിൽ പിറന്ന ആൺകുട്ടിയാണ്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നടുത്തളത്ത് ചെന്ന് നിന്നിട്ട് വേണമെങ്കിൽ പറയേണ്ടിയിരുന്നത് ഹിസ് എക്സലൻസി അവർ ബിലൗഡ് ലോർഡ്ഷിപ്പ് എന്നൊക്കെയാണ്. അങ്ങനെയൊന്നല്ല പറഞ്ഞത് മൗലാന മുഹമ്മദ് അലി. മിസ്റ്റർ ജോർജ്, അതിലേറെ വില കൊടുക്കാൻ ഇന്ത്യ മഹാരാജ്യം എന്ന പാരമ്പര്യത്തിന്റെ രാജ്യത്തിന് വന്ന എന്റെ മനസ്സനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി. അതുകൊണ്ട് എവിടെ പോകാനാണ്? നമ്മളെല്ലാം ഒരുമിച്ചിവിടെ ജീവിക്കേണ്ടവരാണ്. ഇവിടെ ജീവിക്കണം, ഈ മണ്ണിൽ, നമ്മുടെ പ്രപിതാക്കൾ ജീവിച്ചുപോയ മണ്ണിൽ. ഇവിടെ ആരും പുതിയതായി വന്നവരല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് ആശാൻ പറയുന്നത് പോലെ പലയിടങ്ങളിൽ നിന്നാരും വന്നിട്ടില്ല. ഹിമാലയം താണ്ടിയോ അല്ലെങ്കിൽ പശ്ചിമഘട്ടങ്ങൾ താണ്ടിയോ ഇവിടെ ആരും വന്നില്ല. കേരളത്തിന്റെ മതസൗഹൃദ പാരമ്പര്യത്തിന്റെ കാവൽ നായകനായ നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാന ഹൃദയമായി വികാരമായി നിൽക്കുന്ന അഭിനന്ദനായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ, നമ്മുടെ നായകൻ മഹാനായ പാലക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ ചുരുക്കാൻ നമ്മളിവിടെ ഈ നാട്ടിൽ ജനിച്ചവരും ഈ നാട്ടിൽ ജീവിച്ചവരുമാണ്. ഏറെ ഒന്നും വന്നിട്ടില്ല. മറിച്ച് വന്നതെല്ലാം ഒന്നോ രണ്ടോ പേർ അല്ലെങ്കിൽ 12 പേർ കടന്നു വന്ന് ഈ മതത്തെ, ഇതിന്റെ സാഹോദര്യത്തെ കുറിച്ച് പറയുമ്പോ ജീവിതത്തിലെ ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടേനി വന്നിട്ടുള്ള ഉച്ചനീചത്വങ്ങളുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഒന്നാണ്, നിങ്ങളെല്ലാം മനുഷ്യരാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായ തരംതിരിവില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ചണ്ടാളനാകട്ടെ അല്ലെങ്കിൽ ബ്രാഹ്മണനാകട്ടെ അവരെല്ലാം ഒരുവനാണെന്ന് പറഞ്ഞതാണ് ശങ്കരാചാര്യ. അദ്ദേഹത്തിന്റെ മനീഷാപഞ്ചകം എന്ന പുസ്തകമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ചണ്ടാളോസ്തു സ്വരുദ്ധിജോസ്തു ഗുരുരിത്തേഷ മനീഷാ മമ എന്ന് പറയുന്നുണ്ട്. ചണ്ടാളൻ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറ്റി നിർത്തപ്പെടേണ്ട രാക്ഷസൻ, കാട്ടാളൻ. അവനാകട്ടെ സദുദ്ദിജോസ്തു ദ്വിജൻ, അതായത് ബ്രാഹ്മണനാകട്ടെ ആരുമായാലും എനിക്ക് നന്മയുടെ, സത്യത്തിന്റെയും ആത്മാവിന്റെയും കഥ പറഞ്ഞു തന്നവനാണ് എന്റെ ഗുരു എന്ന് പറയുന്നു. പക്ഷേ എന്തോ ദൗർഭാഗ്യവശാൽ ചിലത് കൊണ്ടുണ്ടായിത്തീർന്ന ചില പ്രശ്നങ്ങളാൽ ബ്രാഹ്മണന്, വൈശ്യന്, ശൂദ്രന്, അതിന് താഴെയുള്ളവര് പരസ്പരം കാണാനോ അടുക്കാനോ സാധിക്കാതെ പോയ കാലം. ആ കാലത്ത് മനുഷ്യത്വത്തിന്റെ സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞ മതമാണ് ഇസ്ലാം. കേരളത്തിലേക്ക് ആ മതം വന്നപ്പോ ഇവിടെയുള്ള നമ്പൂരിയും ചെട്ടിയാരും നായരും പറയനും ഈഴവനും എല്ലാം അവനൊരുമിച്ചുകൂടി. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആയി പ്രപിതാക്കളുടെ ചരിത്രം പറഞ്ഞു പോയാൽ ഒടുക്കം അങ്ങോട്ടേ എത്തൂട്ടേ, അവിടേക്കേ പോകൂ. അല്ലാതെ ഈ നാട്ടിന് ആർക്കും പോകാനില്ല. ഈ നാട്ടിൽ ജീവിച്ചവരും ജനിച്ചവരുമാണ് നാം. നമ്മൾ ഇവിടെ തന്നെയാണ് ജനിച്ചത്, നമ്മൾ ഇവിടെ തന്നെയാണ് മരിക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഞാൻ പറയുന്നത് ഏതഭിപ്രായ വ്യത്യാസങ്ങളും ഇന്നുണ്ടായതല്ല, എന്നും ഉണ്ടായതാണ്. ഇവിടെ ആരാ ഒരേ അഭിപ്രായം പറഞ്ഞത്? അദ്വൈതം എന്ന് പറഞ്ഞു ശങ്കരാചാര്യ. വെറുതെ പറയല്ല ശങ്കരാചാര്യ ചെയ്തത്. അങ്ങനെ ജീവിച്ചാലേ ഒരാൾ മോക്ഷം ലഭ്യമാവൂ എന്ന് തന്നെ പറഞ്ഞു. അപ്പോ മാധ്വാചാര്യ പറഞ്ഞു അങ്ങനെയൊന്നല്ല, ദ്വൈതം രണ്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ രാമാനുജൻ പറഞ്ഞു അങ്ങനെയല്ല, വിശിഷ്ടാദ്വൈതം, അദ്വൈതം തന്നെ, പക്ഷേ വിഷ്ണുവാണ് ദൈവം എന്ന് പറഞ്ഞു. ഞാനതിന്റെ ആശയപരമായ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഇവരെല്ലാം വ്യത്യസ്തമായി പറഞ്ഞു. അപ്പോൾ ചിലർ പറഞ്ഞു അതുമില്ല, ഇവിടെ അങ്ങനെ ഒരു ദൈവമോ ആത്മാവോ ഒന്നുമില്ല. അങ്ങനെ പറയുന്നത് ചില ആളുകൾക്ക് ജീവിക്കാനാണ്. അങ്ങനെ പറഞ്ഞവരുണ്ട്. ബുദ്ധി പൗരുഷഹീനാനാം ജീവികേതി എന്ന് തന്നെ പറഞ്ഞു. കുറെ യാഗം നടക്കുന്നത്, കുറെ ഉപനിഷത്തുകളും വേദങ്ങളുമായി നടക്കുന്നത് ബുദ്ധിയും പൗരുഷമില്ലാത്ത കുറെ ആൾക്കുള്ള പണിയാണ്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ജനിച്ചു മരിച്ചു, പിന്നെ തീർന്നു. ഒരാൾ മരിച്ചാൽ പിന്നെ ഭസ്മീഭൂതമായ ശരീരത്തിന് ഒരു പുനർജന്മമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞവർ ഈ നാട്ടിലുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ തലവെട്ടപ്പന്മാരായ ചാർവാകന്മാർ ഉണ്ടായിരുന്നു. ഞാനതിൽ രാഷ്ട്രീയം പറയില്ല കേട്ടോ. അതായത് ദൈവനിഷേധം ആ അർത്ഥത്തിൽ നടപ്പിലാക്കിയ ചാർവാകന്മാരുണ്ടായിരുന്നു. ഭസ്മീഭൂതസ്യ ശരീരസ്യ പുനരുജ്ജീവനം ഭസ്മീഭൂതമായ ശരീരത്തിനൊരു പുനർജന്മമുണ്ടാകുമെന്ന് എവിടെന്ന് പറഞ്ഞു ചോദിച്ചവർ. എവിടുന്ന അങ്ങനെ ധരിക്കുക എന്ന് ചോദിച്ചവർ. പക്ഷെ ഇവിടെ എല്ലാവരും ഒന്നായിരുന്നു.
ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് പറയുന്നത് അങ്ങനെയൊന്നല്ല, ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിന്റെ കൂടെ മാത്രം നിൽക്കണം, എല്ലാത്തൊരു പുറത്തുവേണം. ഞാൻ പറയുന്നു, വാണിയംകുളത്തെ ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ ഉറക്കെ ഒരുമിച്ച് നിന്ന് പറയുക, ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഏകത പറഞ്ഞ നാടാണ്. ഇന്ത്യ മതങ്ങളുടെ വൈവിധ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സഹിഷ്ണുതയുടെ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞ നാടാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് മനോഹരമായി പറഞ്ഞു, ഇവിടെ ആർക്കും ജീവിക്കാം, അവരവരുടെ മതവുമായി മുന്നോട്ട് പോകാം. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ഫ്രീലി ടു പ്രാക്ടീസ്, പ്രൊഫേഴ്സ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജിയൻ. ആർട്ടിക്കിൾ 20 പിന്നെ ആർട്ടിക്കിൾ 25 പറഞ്ഞു തരാം. ഇവിടെ ജീവിക്കാൻ, ഇവിടെ ആർക്കും അവരവരുടെ മതത്തെ വിശ്വസിക്കാനും ആചരിക്കാനും പറയാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം. അതിന്റെ മേലൊരു ഖർവാത്തിസിന്റെ ആവശ്യമില്ല. ഇവിടെ ആർക്കും പറയാനല്ല, പ്രചരിപ്പിക്കാനും കഴിയും. പ്രചരിപ്പിക്കാം, പ്രഭാഷണം ചെയ്യാം. ബഹുമാനായ ഭാസ്കരേട്ടൻ ഇവിടെ പ്രഭാഷണം ചെയ്തമായി നല്ല വയല് പറയാം, ഒരു കുഴപ്പമില്ല. നല്ല ഉറക്കെ പറയാം, പ്രഭാഷണം ചെയ്യാം, പ്രഘോഷണം ചെയ്യാം, പ്രാക്ടീസ് അത് പ്രാക്ടീസ് ചെയ്യാം, അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞും എഴുതിയും പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഈ രാജ്യത്ത് ആരും ആരെയും തടയുന്നില്ല. കാരണം ഈ രാജ്യം അത് പേടിക്കുന്നില്ല. അതാണ് അതിന്റെ സത്യം. അത് ഈ രാജ്യത്തിന്റെ തന്നെ മഹത്താണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ മറ്റൊരു മതവിശ്വാസി എന്ന അർത്ഥത്തിൽ വിശ്വാസങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ രാജ്യം തകരുമെന്ന് ഈ രാജ്യം ഒരിക്കലും ഭയന്നിട്ടില്ല. അതാണ് ഇന്ത്യയുടെ ചരിത്രം. അതാണ് ഇന്ത്യയുടെ ചരിത്രം. അങ്ങനെയല്ലല്ലോ, ഒരു ഹിന്ദു ഒരാൾ മുസ്ലിം ആയാൽ, ഒരു മുസ്ലിം ഹിന്ദു ആയാൽ അതോടെ ഏതെങ്കിലും ഒരു മതം തകർന്നു എന്ന് പറയാനാവോ? അത് അവനവന്റെ മതത്തിന്റെ അല്ലെങ്കിൽ അവനവന്റെ ഹൃദയത്തിന്റെ വിശ്വാസമാണ്. അങ്ങനെ വരുമ്പോ ആ വിശ്വാസത്തെ സ്വീകരിക്കുകയും അതിനെ അതിന്റെ മര്യാദയോടുകൂടെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്ന മഹിതമായ പാരമ്പര്യമാണ് ഇന്ത്യ കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കലും ഈ സഹിഷ്ണുതയ്ക്കെതിരായി വർത്തമാനം പറഞ്ഞിട്ടേയില്ല. എല്ലാവരും അവരവരുടെ മതത്തെക്കുറിച്ച് പറയട്ടെ, അവരവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കട്ടെ. എന്റെ നാടാണ് കാലടി. പക്ഷേ കാലടി അറിയപ്പെടുന്നത് ശങ്കരാചാര്യയിലൂടെയാണ്. ശങ്കരൻ കാലടിയിൽ നിന്ന് കശ്മീരം വരെ നടന്നു. എന്തിനാണ് നടന്നത്? അദ്വൈതമാണ് ശരി എന്ന് പറയാനാണ്, അദ്വൈതമല്ലാത്തതൊന്നും ശരിയല്ല എന്ന് പറയാനാണ്. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ശങ്കരാചാര്യർ ആരെങ്കിലും ഹനിച്ചോ? തന്റെ മതത്തെക്കുറിച്ച് പറയാനാണ് കാലടിയിൽ നിന്ന് കശ്മീരം പോലെ യാത്ര ചെയ്തത്. അതായത് ഈ ഭാരതം എന്ന് പറയുന്ന ഈ മഹാരാജ്യം മുഴുവനും നടന്നു തന്റെ വാദത്തെ ഉറപ്പിച്ച് തന്റെ എതിരാളികളെ തോൽപ്പിച്ച് നടന്നു പോകുകയാണ് ശങ്കരാചാര്യർ. അപ്പോ എല്ലാ മതങ്ങളെയും അവരവരുടെ സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പും, അതായത് ആധുനിക ഇന്ത്യക്ക് മുമ്പും ഉണ്ടായിരുന്നു എന്ന വസ്തുതയെക്കുറിച്ച് നമ്മൾ അറിയണം. ഈ ഇന്ത്യ അറിയാത്തവരാണിപ്പോ ഇന്നതേ പാടുള്ളൂ, ഇന്നതേ തിന്നാവൂ, ഇന്നത് പാടില്ല, ഇന്നത് നിരോധിക്കണം എന്നൊക്കെ പറയും. ഞാൻ അങ്ങോട്ട് പോണില്ല. അതിനും അതിന്റേതായ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ആർക്കുമേലും അത്തരം അടിച്ചേൽപ്പിക്കലുകൾ നടപ്പിലാക്കാൻ പാടില്ലാത്ത വിധം ഇന്ത്യയുടെ സംസ്കാരം സമ്പന്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യയുടെ പ്രസിഡന്റുമാരുടെ കഥ എടുത്തു നിങ്ങൾ നോക്കൂ. ഇന്ത്യയുടെ പ്രസിഡന്റുമാരിൽ ഒരാൾ ഖുർആൻ ഒരു ജുസ് ഓതാകാതെ സുബഹി നമസ്കാരാനന്തരം മറ്റു കാര്യങ്ങളിലേക്ക് പോകില്ലായിരുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ. അങ്ങനെയൊന്നും പറയാനില്ലെങ്കിൽ കൂടി ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്
അത്രയൊന്നും പറയാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ എന്നാലും ഡോക്ടർ APJ അബുൽ കലാം മിസൈൽ ശാസ്ത്രരംഗത്ത് ഇന്ത്യയെ ഉന്നതങ്ങളിലെത്തിച്ച ഡോക്ടർ APJ അബുൽ കലാം ഒരു ഖുർആനിലെ ഒരൊറ്റ സൂറത്തിന് മാത്രം ഖണ്ഡികകൾ എഴുതിയ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി എന്നാണ് അന്ന് വിളിക്കപ്പെടുക. രാഷ്ട്രപതി. അങ്ങനെയൊക്കെയായിരുന്നു ഇന്ത്യ. നോക്കൂ, നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിൽ എബ്രഹാം ലിങ്കൻ തൊട്ടുമുട്ടി അതേ ബൈബിൾ എടുത്ത് തൊട്ടുമുട്ടാതെ ഹുസൈൻ ബറക്കത്ത് ഒബാമ പോലും അമേരിക്കയുടെ പ്രസിഡന്റായിട്ടില്ല. അപ്പോ അമേരിക്ക എന്നല്ല, ലോകത്തൊരു രാജ്യത്തിനും ഇങ്ങനെയൊന്നും ആകാൻ കഴിയാത്ത വിധം സമ്പന്നമായ സൗഹൃദത്തിന്റെ നാടാണ് ഇന്ത്യ. ആ നാട്ടിലെ കൊച്ചു കേരളത്തിലെ ഈ കൊച്ചു പ്രദേശം ഈ രാജ്യത്തിന്റെ ഹൃദയം പോലെ തുടിച്ചു നിൽക്കുകയാണ്. ഇവിടെയെല്ലാം ഒന്നിച്ചു നിൽക്കുന്നു എന്ന അറിവ് ഈ വാതിലിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും കണ്ട മനോഹരമായ കാഴ്ചകൾ. ഹൈന്ദവ സ്ത്രീ ഓടി വന്ന് തന്റെ മുമ്പിലിരിക്കുന്ന ഗുരുവര്യന്റെ മുമ്പിലേക്ക് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് 1000 രൂപയുടെ നോട്ട് കൊടുക്കുന്നത് കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അതെന്റെ കണ്ണു നനയിപ്പിച്ചു. അല്ലാഹുവേ, ഈ മനോഹരമായ കാഴ്ചകൾ ഇന്ത്യയുടെ കേരളത്തിന്റെ ഇന്നലകളുടെ കാഴ്ചകളാണ്. അത് മാറ്റാതിരിക്കാൻ കഴിയുന്ന വിദ്വേഷാതീതമായൊരു ഹൃദയമുണ്ടാകണം. എല്ലാ മനുഷ്യരും ഒന്നാണെന്നല്ല, എല്ലാ മനുഷ്യരും എന്റെ സഹോദരന്മാരാണെന്ന് പഠിപ്പിച്ചു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ പാരമ്പര്യത്തിന്റെ തിരുകുടുംബത്തിന്റെ പരിശുദ്ധമായ അതിലെ സൂനങ്ങളായി ഇവിടെ വന്നിരിക്കുന്ന മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. ഇന്ത്യ അതിന്റെ ഏറ്റവും ഭീകരമായ രാത്രി കണ്ടത് ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ രാത്രിയാണ്. നമ്മളെല്ലാം പറയുന്നത് പോലെ അന്ന് കേരളം അതിമനോഹരമായ സൗഹൃദത്തിന്റെ ഒരു ഉത്തമ മാതൃക കാണിച്ചു തന്നു. വ്രണിതമായിരുന്നു നമ്മുടെ മനസ്സുകൾ. പക്ഷേ എന്നിട്ട് പോലും ഇന്ത്യയുടെ അഭിനന്ദനായ രാഷ്ട്രപതി പറഞ്ഞതുപോലെ, നാരായണൻ പറഞ്ഞതുപോലെ, ഗാന്ധിജിയുടെ വധാനന്തരം ഇന്ത്യ കണ്ട ഭീകരമായൊരു ദുരന്തമായിരുന്നു അത്. മതേതരത്വത്തിന്റെ തങ്കത്താഴിക്കുടങ്ങൾ താഴോട്ട് വീഴുമ്പോ ഇന്ത്യ നൊമ്പരപ്പെട്ടു. ഒരിക്കൽ ഒരു വാത്മീകി തന്റെ മുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ച ഒരു പക്ഷിയുടെ മുമ്പിൽ നിന്ന് പാടിയതുപോലെ ഇന്ത്യയിലെ കവിഹൃദയങ്ങൾ പാടുന്നത് നാം കണ്ടു. ഇന്ത്യയുടെ സാംസ്കാരിക ഹൃദയം വേദന കൊണ്ട് ചിലമ്പിക്കുന്നത് നാം കേട്ടു. അപ്പോ കേരളത്തിന്റെ ഇങ്ങേ തലക്ക് മലബാറിൽ മനോഹരമായൊരു സൗഹൃദത്തിന്റെ പാട്ടുപാടാനൊരു മഹാമനീഷി ഉണ്ടായിരുന്നു. അനന്തപുരിയിൽ അപ്പോ ഒരു രാത്രിയിൽ ആ രാത്രിയുടെ ഇരുട്ടിങ്ങനെ വ്യാപിക്കുന്ന സമയത്ത് കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന DGP ചെന്നിട്ട് പറയുന്നു, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. പക്ഷെ കരുണാകരൻ, കേരള രാഷ്ട്രീയത്തിന്റെ മുടിചൂടാമന്നനായ കരുണാകരൻ പറഞ്ഞു, പേടിക്കണ്ട, അങ്ങ് മലബാറിൽ മലപ്പുറം ജില്ലയിലെ കൊടപ്പനക്കൽ തറവാട്ടിൽ മുസ്ലിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു മഹാനായ മനുഷ്യനുണ്ട്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അങ്ങനെ തന്നെ അദ്ദേഹം എഴുതി. DGPയോട് ഞാൻ സമാധാനത്തോടെ പറഞ്ഞു കൊടുത്തതാണ്, ഞങ്ങളുടെ തങ്ങളുണ്ട്, അഭിനന്ദനായ തങ്ങൾ, ആ മഹാനായ നായകനുള്ളിടത്തോളം കാലം കേരളം കത്തില്ല, നമുക്ക് ഭയം വേണ്ടില്ല എന്ന് പറഞ്ഞു കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി. ഞാൻ പറയുന്നു, ഈ വിദ്വേഷരഹിതമായ ജീവിതത്തെക്കുറിച്ചാണ് വാണിയംകുളം ഇത്ര മനോഹരമായി പറഞ്ഞു തരുന്നത്. ഞാൻ ഒരൊറ്റ ശ്ലോകത്തിൽ അവസാനിപ്പിക്കാം, മറ്റൊന്നിനുമല്ല. ഇതെന്റെ പാണ്ഡിത്യത്തിന്റെ വലിപ്പം പറയാനല്ല, അങ്ങനെ ആരും ധരിച്ചു പോകരുത്. മറിച്ച് ഇതൊരു ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട പ്രാർത്ഥനയാണ്. ഓം സഹനോ വഭതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനോ അവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മാ വിദ്വിഷാവഹൈ. നമുക്കിടയിൽ വിദ്വേഷമില്ലാതെ പോകട്ടെ എന്ന പ്രാർത്ഥന, സമാധാനത്തിന്റെ പ്രാർത്ഥന പോലെ. ഓരോ സലാമും കഴിയുമ്പോൾ തീർക്കുന്ന അല്ലാഹുമ്മ അന്തസ്സലാം എന്ന പ്രാർത്ഥന പോലെ, റഹ്മാനും റഹീമുമായ അല്ലാഹുവിലേക്ക്, പടച്ചതമ്പുരാനിലേക്കുള്ള കൈയുയർത്തൽ പോലെ. മാ വിദ്വേഷാവഹൈ. ഞങ്ങൾക്കിടയിൽ വിദ്വേഷം തരരുതേ ദൈവമേ. ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് ഭക്ഷിക്കാൻ, ഒരുമിച്ച് പഠിക്കാൻ ഞങ്ങൾക്ക് സാധ്യതമാകണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ ഇന്നലകളെയാണ് ഈ ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ വിദ്യാലയം, ഈ മഹാവിദ്യാലയം, ഈ വിദ്യാലയമുറ്റം ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് ഭക്ഷിക്കാനും കഴിഞ്ഞവരുടെ നാട്.
നാടാണ്. ഈ നാട് അതിന്റെ അഭംഗുരമായ ചരിത്രത്തെ അനിശ്ചിതമായ ഭാവിയിലേക്ക് തുടർത്തട്ടെ. അത് ഈ രാജ്യത്തിന്റെ മഹാമാതൃകയാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി